അട്ടയെ കൊണ്ട് കടിപ്പിച്ചാൽ വെരിക്കോസ് വെയിൻ അത് പോവോ? എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വെരിക്കോസിൻ പോവില്ല, അവിടുത്തെ ആ ഇംപ്യൂർ ബ്ലഡ് ഒന്ന് റീപ്ലേസ് ആവുന്നേ ഉള്ളൂ. ആ. ആ അട്ടേനെ കൊണ്ട് കടിക്കുമ്പോൾ ആ ബ്ലഡ് അവിടെ നിന്ന് സക്ക് ചെയ്തെടുക്കും, അല്ലെങ്കിൽ സൂചി വെച്ച് അവർ ബ്ലഡ് മാറ്റുമ്പോൾ ഉം. ആ ഇംപ്യൂർ ബ്ലഡ് താൽക്കാലികമായിട്ട് അവിടെ നിന്ന് ഉം. പോകുന്നു. പക്ഷെ ആ വെയിൻ അപ്പോഴും അവിടെ തന്നെയുണ്ട്. അപ്പം നമ്മൾ കോർ ഒരു കോർ പ്രോബ്ലം ഇസ് അൺഅഡ്രസ്ഡ്. അതെ അതിന് അതെ മെയിൻ പ്രോബ്ലം അവിടെ തന്നെ കിടക്കുന്നു. അതെ നമ്മളിത് കിടന്നിട്ടാക്കി ഈ പ്രൊസീജിയർ ചെയ്യുക. ഉം. നമ്മളൊന്ന് എഴുന്നേറ്റ് നടന്ന ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും പുതിയ ഇംപ്യൂർ ബ്ലഡ് അവിടെ വരും. ആ, അത്രേ ഉള്ളൂ. അട്ടയെ പെർമനന്റ്ലി വെക്കേണ്ടി വരുമല്ലോ. വെക്കേണ്ടത്. അപ്പം ഇതിലെന്താ അതിൻ്റെ കോർ പ്രോബ്ലം സാർ പറഞ്ഞ പോലെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ചേമ്പറിനെ, ആ വലിയ വെയിനെ ഇല്ലാതാക്കി കളയണം. അല്ലെങ്കിൽ അതിൽ പുതിയ ബ്ലഡ് വേറെ എവിടെ നിന്നെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ പുതിയ ആ വെയിനെ ഇല്ലാതാക്കുന്നതാണ് നമ്മളുടെ ഈ അബ്ലേഷൻ തെറാപ്പി അല്ലെങ്കിൽ ഗ്ലൂ എംബോളൈസേഷൻ തെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്സ്. അപ്പം ഈ വെരിക്കോസ് വെയിൻ അതിന് ശരിക്കും പിൻഹോൾ സർജറി ആണോ ബാക്കി സർജറീസിനേക്കാളും ബെറ്റർ? ഇപ്പം എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് പിൻഹോൾ സർജറിയാണ്, കാരണം റിക്കവറി ടൈം ഈസ് വെരി ലെസ്. പേഷ്യൻറ്റ് ക്യാൻ ബി ഡിസ്ചാർജ് ഈവൺ ഓൺ ദ സെയിം ഡേ. ഓ, സെയിം ഡേയോ? സെയിം ഡേ, ഈവൺ ഓൺ ദ സെയിം ഡേ. ദാറ്റ് ക്യാൻ ഒന്ന് ലോക്കൽ അനസ്തീഷ്യ ചെയ്യാം മിക്കവാറും ആൾക്കാർക്ക്. നമുക്ക് അതിന് തന്നെ അതിൽ തന്നെ ഈ വെരിക്കോസ് വെയിനിൽ തന്നെ അഡ്വാൻസ്മെൻറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ലേസർ പോലത്തെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചെറിയ ഒരു ട്യൂബ്, ലേസറിൻ്റെ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെന്നിൻ്റെ ഒരു സാധാരണ ബോൾ പോയിൻറ്റ് പെന്നിൻ്റെ റീഫിലുണ്ടാവില്ല, ആ ഒരു തിക്നെസ്സേ ഉണ്ടാവുള്ളൂ. ആ അതുപോലത്തെ ഒരു ട്യൂബ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി, ആ വെരിക്കോസ് വെയിൻ്റെ ഉള്ളിലേക്ക് കയറ്റി അത് പ്രത്യേക മെഷീനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് എനർജി ഉണ്ടായി. ആ ഹീറ്റ് എനർജി കാരണമാണ് ഈ വെരിക്കോസ് വെയിൻ അടഞ്ഞു പോകുന്നത്. അതിൻ്റെ തന്നെ ലേറ്റസ്റ്റ് വേർഷൻസ് ആണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. അതിൻ്റെ അടുത്ത വേർഷനാണ് മൈക്രോവേവ് അബ്ലേഷൻസ്. ഇതെല്ലാം നമ്മൾ ഈ ചെറിയ ട്യൂബ് പോലെ തന്നെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ട്യൂബ് കയറാൻ നമുക്ക് അതിൻ്റെ ഡയമീറ്റർ, ഇപ്പോൾ ഒരു റെയ്നോൾഡ്സ് പെന്നിൻ്റെ റീഫിൽ എടുക്കുക, അതിൻ്റെ ആ ട്യൂബ് കയറാൻ എത്ര ഡയമീറ്റർ വേണം അത്രേ വേണ്ടുള്ളൂ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ. ആ ഒരു ആക്സസ്സേ വേണ്ടുള്ളൂ. ആ ഒരു ആക്സസ്സിൽ കൂടെ ആയിരിക്കും നമ്മൾ മുഴുവൻ ചെയ്യുക. പിന്നെ ഇതിൻ്റെയും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഗ്ലൂ എംബോളൈസേഷൻ, പശ ഉപയോഗിച്ചിട്ട് വെയിൻ അടയ്ക്കുക. അതാണ് നമ്മൾ ഏറ്റവും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? അതും ഓൾമോസ്റ്റ് സെയിം, ഇതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ ട്യൂബ് ഉണ്ടാവും, സെയിം സൈസ്, ആക്ച്വലി ഈവൻ സ്മോളർ സൈസ്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊരു പ്രത്യേകതരം മെഡിക്കൽ ഗ്ലൂ ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിനൊരു കാലിബ്രേറ്റഡ് വോളിയം ഉണ്ട്. ആ വോളിയം ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗണ്ണുണ്ട്. ആ ഗണ്ണ് വെച്ച് ഇഞ്ചെക്ട് ചെയ്തിട്ട് നമ്മൾ ആ ട്യൂബ് പുറകോട്ട് വലിക്കും. എന്നിട്ട് വെയിൻ പുറത്തുനിന്ന് ഒരാൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കും. ഒരു 30 സെക്കൻഡ്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെയിൻ അങ്ങ് സ്റ്റിക്കായി പോകും, ഒട്ടിപ്പിടിച്ച് പോകും. രണ്ട് വോളും ആ വെയിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ പശ ഇട്ട് അടച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വെയിൻ്റെ രണ്ട് വോളും ഇങ്ങനെ അടഞ്ഞു നിൽക്കും. അതങ്ങനെ അങ്ങനെ അടഞ്ഞു പോകും. അതുപോലെ തന്നെ ഇപ്പം പൈൽസിന് ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണോ ഈ പിൻഹോൾ സർജറി? അതെ, നമുക്ക് ഇതിന് എംബോളൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. എംബോളൈസേഷൻ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ഇൻ ടു ദാറ്റ് ബ്ലഡ് വെസൽ ആൻഡ് വി ആർ ക്ലോസിങ് ഇറ്റ് ഓഫ് വിത്ത് ഡിഫറെൻറ്റ് തിങ്സ്. യൂഷ്വലി നമ്മൾ പ്രത്യേക ടൈപ്പ് കോയിൽസ് ഉപയോഗിക്കും. ദാറ്റ് ദീസ് കോയിൽസ് ആർ വാട്ട്സ് കോൾഡ് ത്രോംബോജനിക്. ത്രോംബോജനിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോയിൽസ് ഉപയോഗിക്കും. അല്ലെങ്കിൽ ഒരു പ്രത്യേക സാർ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ടൈപ്പ് പശയുണ്ട്, വാട്ട്സ് കോൾഡ് ഗ്ലൂ. അപ്പോൾ ഈ ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാവുന്നതാണ് ഇൻ പെർട്ടിക്കുലർ ഇൻസ്റ്റൻസസ്. എന്ത് ട്രീറ്റ് ചെയ്യുന്ന ഇൻഡിക്കേഷൻ വെച്ചിട്ടായിരിക്കും, ബേസ്ഡ് ഓൺ ദ CT സ്കാൻ ആൻഡ് സോ ഓൺ. അപ്പോൾ ഹി വാസ് ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് വെരിക്കോസ്. വെരിക്കോസിൻ്റെ ഞാൻ വെൻ ഐ വാസ് ഡൂയിങ് മൈ MBBS പണ്ട് കാലത്ത് ലൈക്ക് വെരിക്കോസ് വെയിൻ സ്ട്രിപ്പിംഗ് ഒക്കെ കണ്ടിരുന്നു. ഇറ്റ് ലുക്സ് വെരി ട്രോമാറ്റിക്. എന്ന് വെച്ചാൽ സർജിക്കൽ പ്രൊസീജിയർ വെച്ചിട്ട് അതിനെ മറ്റേ ഒരു നോബ് അറ്റ് ദി എൻഡ് ഓഫ് ദ വെയിനിൻ്റെ അകത്ത് വിൽ ഇൻട്രൊഡ്യൂസ് ഓൺ വയർ ആൻഡ് ദർ ബി എ നോബ് വിച്ച് ഇസ് കണക്റ്റഡ് ഓഫ് ദി അതർ എൻഡ്. അത് പിടിച്ച് വലിക്കുക ചെയ്യുന്നത്. ഇറ്റ് ലുക്സ് വെരി ട്രോമാറ്റിക് ആൻഡ് വെരി വയലന്റ്. ഇറ്റ് ലുക്സ് വെരി വയലന്റ്. ബട്ട് nowadays with the pinhole surgery, the extent to which we are doing, and patients are so comfortable. Patient വളരെ ഹാപ്പി ആയിട്ട് അന്ന് തന്നെ they are very comfortable with during the procedure, and within a day or two the pain and symptoms, all those things are relieved and they are going back happy. ഈ വെരിക്കോസ് വെയിൻ ഇല്ലേ, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുന്നത് ശരിയാണോ? ആക്ച്വലി വെരിക്കോസ് വെയിൻ പൊട്ടുമ്പോൾ ഒരു യൂഷ്വലി സാധാരണ ആർട്ടീരിയൽ ബ്ലീഡ് പോലെ അല്ല. ചിലപ്പോൾ പെയിനൊന്നും ഉണ്ടാവില്ല. നമ്മൾ ബാത്റൂമിൽ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ കിടക്കയിൽ കിടക്കുമ്പോഴായിരിക്കും ഈ ബ്ലീഡിങ് ഉണ്ടാവുക. യൂഷ്വലി ഒരു കാണുമ്പോൾ ഒരു ടെറിഫിക് ആയിരിക്കും, പക്ഷേ അത് ഈസിലി കൺട്രോളബിൾ ആണ്. അപ്പം നമുക്ക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 15 മിനിറ്റ്സ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി, ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ. ഇനി രണു ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ അൾസേഴ്സ് ഉണ്ടാവും, കാലിലെ സ്കിന്ന് മുഴുവൻ ഡാമേജായി, അവിടുത്തെ സ്കിന്നും അവിടുത്തെ ഫാറ്റും ഒക്കെ ഡാമേജ്ഡായി, പിന്നെ ഒരു ഉണങ്ങാത്ത മുറിവായിട്ട് കുറച്ചൊരു അതാണെങ്കിൽ കുറച്ച് ആക്ച്വലി വെരിക്കോസ് വെയിൻ ട്രീറ്റ്മെൻറ്റ് ആ സമയത്ത് എന്തായാലും ചെയ്യണം എന്നാണ്. വെരിക്കോസ് വെയിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഈ മുറിവ് ഉണങ്ങില്ല.
ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 95-99% ആൾക്കാരെയും മുറിവ് പെട്ടെന്ന് ഉണങ്ങും. ബാക്കി ഉള്ള പെർസെൻറ്റേജിൻ്റെയും എപ്പോഴേലും ബാക്കിയുള്ള ഉണങ്ങില്ലേ? പെർസെൻറ്റേജ് ഉണങ്ങും, പക്ഷേ ഇറ്റ് മേ ടേക്ക് ടൈം. അതെന്താ ഞാൻ ആ ഒരു 1% പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ഓഫ് വൂണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ ആ മുറിവും വെച്ച് കുറേ കാലം നിൽക്കും. അപ്പോൾ ഉള്ളിലേക്ക് നല്ല ഡീപ്പായിട്ട് വൂണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ടേക്ക് കുറച്ച് മാസങ്ങളെടുക്കും ആ ഫുൾ ഒരു ഫ്ലഷൊക്കെ വന്ന് ആ മുറിവ് ഉണങ്ങാൻ. അപ്പോൾ മുറിവ് ഉണങ്ങും, പക്ഷേ ഇറ്റ് മേ ടേക്ക് ടൈം. ഈ വെരിക്കോസ് വെയിൻ എങ്ങനെയാണ് അത് ശരിക്കും തിരിച്ചറിയുന്നത്? അതായത് ചിലർ പറയും ഇങ്ങനെ കൈയുടെ ഇങ്ങനെ കാലിൽ ഇങ്ങനെ വെയിൻ പൊങ്ങി നിൽക്കും, ചിലർ പറയും കറുത്ത കളറിലോട്ട് വെയിൻ മാറിയിട്ടുണ്ടെങ്കിൽ അത് വെരിക്കോസ് വെയിൻ ആണ്. ഈ വെരിക്കോസ് വെയിൻ അറിയാൻ പറ്റത്തില്ല നേരത്തെ? അറിയാൻ ഉണ്ടോ? പറ്റും. അത് മിക്കവാറും ആൾക്കാർക്ക് ഈ തടിച്ച ബ്ലൂയിഷ് വെയിൻസ് ആയിട്ടായിരിക്കും നിൽക്കുക. ആ. അത് ഓരോ ആൾക്കാരും സ്കിൻ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് ചില ആൾക്കാർക്ക് കറുത്ത വെയിൻ ആയിരിക്കാം, ചില ആൾക്കാർക്ക് ബ്ലൂയിഷ് പോലെ ഇരിക്കാം. പക്ഷെ തടിച്ചു നിൽക്കും. തടിച്ച് നിൽക്കും, തടിച്ച് ചുരുണ്ട് നിൽക്കും. ഓ, അപ്പൊ അത് എല്ലാം അങ്ങനെ വരുന്നതും വെരിക്കോസ് വെയിൻ ആണോ? തടിച്ച് ചുരുണ്ട് നിൽക്കുന്ന എല്ലാം? അതിനൊരു സൈസ് ക്രൈറ്റീരിയ ഉണ്ട്. പിന്നെ മാത്രമല്ല അതിന് അൾട്രാസൗണ്ട് ഡോപ്ലർ വെച്ചിട്ട് നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും ഇത് നോർമൽ വെയിൻ ആണോ അബ്നോർമൽ വെയിൻ ആണോ. എല്ലാവർക്കും എല്ലാ വെയിനും ട്രീറ്റ്മെൻറ്റ് ഇത് ചെയ്യണം എന്നല്ല പറയുന്നത്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കും അതിനൊരു സ്പെസിഫിക് ക്രൈറ്റീരിയ എത്തുന്നവർക്കും അവരെ ലൈഫ് സ്റ്റൈലിന് അത് ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലല്ലോ വെരിക്കോസ് വെയിൻ. ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം, കാരണം സ്പെസിഫിക്കലി ഇത് കൂടുതലായിട്ട് നിൽക്കുന്നവർക്കാണ്. എസ്പെഷ്യലി ടീച്ചർമാർ, ഹോട്ടലിലെ വർക്കേഴ്സ്, ക്യാഷിൽ നിൽക്കുന്ന ആൾക്കാർ, ഈ തുണിക്കടയിൽ നിൽക്കുന്നവർക്ക്, അവർക്ക് നിൽക്കുന്ന സമയത്ത് ബേസിക്കലി എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നോർമലി ഇത് ഒരു ചീത്ത രക്തമാണ്. ചീത്ത രക്തം കാലിൻ്റെ താഴേന്ന് ശ്വാസകോശത്തിലേക്ക് മുകളിലേക്ക് പോകേണ്ട രക്തക്കുഴലാണ്. അപ്പോൾ ഇതിന് അധികം പ്രഷറൊന്നുമില്ല. അപ്പോൾ നമ്മൾ കിടക്കുന്ന സമയത്താണ് ഈ ഒഴുക്ക് കൂടുതലായിട്ടുണ്ടാവും, താഴേന്ന് മുകളിലേക്ക് ഒഴുകുക. ഒഴുകി കഴിയുമ്പോൾ നമ്മുടെ ഈ ഇടുപ്പിൻ്റെ അവിടെ ഒരു വാൽവ് ഉണ്ട്, ആ വാൽവ് ഒന്ന് ക്ലോസ് ആവണം. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ ബ്ലഡ് വീണ്ടും താഴോട്ട് വരരുത്. ഈ വാൽവ് ഫങ്ഷൻ നല്ല സ്ട്രോങ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരാൾക്ക് ശരിക്കും അത് താഴോട്ട് വരില്ല. പക്ഷേ ഒരുപാട് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കൂടുതലുള്ളവർക്ക്, പിന്നെ ജിമ്മിൽ പോകുന്നവർക്ക്, പ്രഗ്നൻസി കഴിയുന്ന സമയത്ത് ഒക്കെ ഈ വാൽവ് ചിലപ്പോൾ ലൂസാകും. വാൽവ് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ താഴെ നിന്ന് മുകളിലേക്ക് പോയ രക്തം വീണ്ടും താഴോട്ട് തന്നെ വരിക ചെയ്യാം. വീണ്ടും താഴെ വന്നു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ആ വെയിനിന് ഉൾക്കൊള്ളാവുന്നതിനെക്കാട്ടിലും കൂടുതൽ വോളിയം ഓഫ് ബ്ലഡ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തടിച്ച് വലുതായി ചുരുണ്ട് നിൽക്കും. അതിൻ്റെ പ്രഷേഴ്സ് അതിൽ കൂടുമ്പോൾ അപ്പോഴാണ് പൊട്ടുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബ്ലീഡിങ് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ആ വെയിനിൽ നിന്നുള്ള ആ അശുദ്ധ രക്തത്തിലുള്ള കെമിക്കൽസ് നമ്മുടെ തൊട്ടടുത്തുള്ള ദശയിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് ഇറങ്ങും. ആ കെമിക്കൽസ് അവിടെ റിയാക്ഷൻ ഉണ്ടാക്കുമ്പോൾ സ്കിൻ ഡിസ്കളറേഷൻ ഉണ്ടാവും. ചില ആൾക്കാർക്ക് നിൽക്കുമ്പോൾ നല്ല കാലുവേദന, കുറച്ച് നേരം നിൽക്കുമ്പോൾ നല്ല കാലുവേദന, ഇരിക്കുമ്പോൾ സമാധാനം കിട്ടും. ചില ആൾക്കാർക്ക് കുറച്ച് നേരം നിൽക്കുമ്പോൾ കാല് ചൊറിച്ചിൽ, വൈകുന്നേരം ആകുമ്പോൾ കാല് ചൊറിച്ചിൽ. അതൊക്കെയാണ് ഇതിൻ്റെ ഏർലി ലക്ഷണങ്ങൾ. എല്ലാ വെരിക്കോസ് വെയിനും പൊട്ടുവോ? എല്ലാ വെരിക്കോസ് വെയിനും പൊട്ടണമെന്നില്ല. നോ, നോട്ട് നെസസറി. ഇല്ല, പൊട്ടണമെന്നില്ല. പക്ഷെ അത് അപ്പം പിന്നെ അതവിടെ കാലങ്ങളിൽ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ ഉപദ്രവിക്കാണ്ടിരുന്നോളൂ. ചില ആൾക്കാർക്ക് അത് ഓരോരുത്തരുടെയും ബോഡി കണ്ടീഷനും അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് അനുസരിച്ചിരിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ല, ടീച്ചർമാരൊക്കെ ആണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗെറ്റ് ട്രീറ്റഡ് ഏർലി. ഡ്രൈവർമാർക്ക് ചിലപ്പോൾ വരാം. ഓക്കെ, അപ്പോൾ വന്നു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാണ്ടിരിക്കരുത്. പക്ഷെ ഇത് ഇൻഡിക്കേഷൻ ഇല്ലാണ്ട് പൊട്ടുവോ? വേദന തരാത്ത വെരിക്കോസ് വെയിനും പൊട്ടുവോ? ചിലപ്പോൾ പൊട്ടാം, പക്ഷെ അത്രയും വലിയ വെരിക്കോസ് വെയിൻ ആയിരിക്കും. ചെറിയ വെരിക്കോസ് വെയിൻ ഒന്നും പൊട്ടില്ല. ഏർലി സ്റ്റേജസിന് ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് എക്സസൈസ്, ഒരുപാട് നേരം നിൽക്കുന്നത്, 15 മിനിറ്റിനെക്കാട്ടിലും കൂടുതൽ നിൽക്കുന്നത് അവോയ്ഡ് ചെയ്യുക. സൈക്ലിംഗ് നല്ലതാണ്, പിന്നെ കുറച്ച് അഗ്രസീവ് വാക്കിംഗ് നല്ലതാണ്. ബേസിക്കലി മുട്ടിന് താഴെയുള്ള മസിൽസ് കുറച്ച് സ്ട്രോങ് ആകുമ്പോൾ ആ മസിൽസിൻ്റെ ആക്ഷൻ കാരണം തന്നെ മസിൽ കോൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യുമ്പോൾ തന്നെ ആ പ്രഷർ കാരണം തന്നെ ആ ഇംപ്യൂർ ബ്ലഡ് അവിടെ നിന്ന് സ്ക്വീസ് ചെയ്ത് പോകും. അപ്പോൾ അത് വെരിക്കോസ് വെയിൻ അഗെയിൻസ്റ്റ് ആണ് വർക്ക് ചെയ്യും. അപ്പോൾ എക്സസൈസ് ഈസ് ആക്ച്വലി ഗുഡ്. സോ ദിസ് മസിൽസ് വാട്ട്സ് ദ ഗ്യാസ്ട്രോസോളിയസ് എന്ന് പറയുന്ന മസിലിനെ നമ്മൾ പെരിഫറൽ ഹാർട്ട് എന്നും പറയും. ദാറ്റ് മീൻസ് ഇറ്റ് പംപ്സ് ദ ബ്ലഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മളത് കൺട്രാക്ട് ചെയ്യുമ്പോൾ കാഫ് റേസ് പോലത്തെ എക്സസൈസസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ പമ്പ് ദ ബ്ലഡ് ബാക്ക് ഇൻ ടു ദ നോർമൽ സർക്കുലേഷൻ. നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് പമ്പ് ചെയ്യും. സോ ദാറ്റ് ഈസ് യൂസ്ഫുൾ. ഇത് നേരത്തെ ഡിറ്റക്ട് ചെയ്യുന്നത് എന്തെങ്കിലും അങ്ങനത്തെ ഒരു കൺസേൺ ആണെങ്കിൽ ഡോപ്ലർ ഇസ് വെരി യൂസ്ഫുൾ. കാരണം സാറ് പറഞ്ഞ പോലെ ഇത് റീഫ്ലക്സ് റിട്ടേൺ വരുന്ന ബ്ലഡ് ആണല്ലോ, മീൻ ദ വാൽവ് ഡാമേജ് ആയി കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു വരുന്നതാണല്ലോ പ്രശ്നം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഈ ഡോപ്ലർ വഴി കണ്ടുപിടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ദർ ആർ സ്മോൾ പെർഫറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വെയിൻസ് ഉണ്ട് വിച്ച് കണക്ട് ദ പുറത്ത് കാണുന്ന സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വെയിൻസും
അകത്തുള്ള ഡീപ്പ് വെയിൻസും തമ്മിലുള്ള കണക്ഷൻസ് ഉണ്ട്, പെർഫറേറ്റേഴ്സ്. അപ്പോൾ ഇതിൽ ഡയറക്ഷൻ ഓഫ് ബ്ലഡ് ഫ്ലോയിൽ പ്രശ്നങ്ങളുണ്ടോ, ഇതിൻ്റെ സൈസ് വലുതായിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ഡോപ്ലർ ചെയ്ത് കഴിഞ്ഞാൽ, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ബാൻഡ് ചെയ്യാനായിട്ട് പിൻഹോൾ സർജറി കൊണ്ട് പറ്റുമോ? ബാൻഡിങ് എന്ന് ഉദ്ദേശിക്കുന്ന മറ്റേ അബ്ഡോമനിലാണ്, ഈ സിറോസിസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ബാൻഡിങ്. അപ്പോൾ ബാൻഡിങ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ ബാൻഡിങ് ചെയ്യുന്നത് വാരിസസ് എന്ന് പറഞ്ഞിട്ടുള്ള അബ്നോർമൽ ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണ്. അപ്പം സിറോസിസിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കയ്യിൽ മെഷർ ചെയ്യുന്ന BP അല്ല, വയറിൻ്റെ ഉള്ളിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ലിവറിന് 70% ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന വെയിനാണ് പോർട്ടൽ വെയിൻ. അപ്പോൾ ഈ ലിവർ കേട് വരുന്നതനുസരിച്ച് ഇപ്പോൾ സിറോസിസ് വന്നു കഴിഞ്ഞാൽ പോർട്ടൽ വെയിനിൻ്റെ അകത്തുള്ള പ്രഷർ കൂടിക്കൊണ്ട് ഇത് അബ്നോർമൽ ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഇങ്ങനെ തടിച്ച് നിൽക്കുന്നതിനാണ് വാരിസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാരിസസ് പൊട്ടിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഗ്യാസ്ട്രിക് വാരിസസ് പൊട്ടിക്കഴിഞ്ഞാൽ അത് ബ്ലീഡ് ചെയ്യുമ്പോഴാണ് ഈ കോംപ്ലിക്കേഷൻ വരുന്നത്. ബാൻഡിങ് ചെയ്യുന്നത് നമ്മൾ പുറത്ത് കാണുന്നതല്ല, എൻഡോസ്കോപ്പി വഴി കാണുന്ന ബ്ലഡ് വെസൽസിനെയാണ് ക്ലോസ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം സ്റ്റിൽ ദെയർ. അപ്പോൾ സ്പെസിഫിക്, അതായത് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, ഇപ്പോൾ വയറിൻ്റെ ഉള്ളിലുള്ള ബ്ലഡ് വെസലിലുള്ള പ്രഷർ കൂടുതൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് ബേസിക്കായിട്ട് സ്പെസിഫിക് ആയിട്ട് ഓരോ ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ 2 പ്രൊസീജിയേഴ്സാണ് മെയിൻ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉള്ളത്. ഒന്ന് ടിപ്സ് എന്ന് പറയും. ദാറ്റ് മീൻസ് ഈ പ്രഷർ കൂടുതലുള്ള പോർട്ടൽ വെയിൻ നമ്മൾ കരളിൽ പ്രഷർ കുറഞ്ഞിട്ടുള്ള ഒരു ഹെപ്പാറ്റിക് വെയിനായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ദിസ് ഇസ് എ പ്രൊസീജിയർ കോൾ ടിപ്സ്. നമ്മൾ ഈ പ്രൊസീജിയർ മുഴുവനായിട്ട് ചെയ്യുന്നതും കഴുത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് കയറിയിട്ടാണ്. ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഈവൻ വയർ ഓപ്പൺ ചെയ്യാതെയാണ് ലിവറിൻ്റെ ഉള്ളിൽ ഒരു ബൈപ്പാസ് ചാനൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് എ പ്രൊസീജിയർ കോൾ ടിപ്സ്. it's a technically challenging thing, but it's always good. നമ്മൾക്ക് 2 ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഉണ്ടാകുമ്പോൾ എപ്പോഴും നല്ലതാണ്, കാരണം ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ. സോ വി ആർ ഡൂയിങ് എ ഗുഡ് നമ്പർ ഓഫ് ടിപ്സ് കേസസ് ഹിയർ. വേറൊരു പ്രൊസീജിയർ ഉള്ളത് BRTO എന്ന് പറയും. ബലൂൺ, ഇത് ഫുൾ ഫോം ഇസ് വെരി ലോങ്, ബലൂൺ ഒക്ലൂഡഡ് റെട്രോഗ്രേഡ് ട്രാൻസ്വീനസ് ഓബ്ലിട്രേഷൻ. ബട്ട് ലെറ്റ്സ് ലീവ് ദാറ്റ് ദെയർ. ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കാലിൻ്റെ ഒരു അശുദ്ധ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഈ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള വെരിസിയൽ വെയിൻ, മീൻസ് ഗ്യാസ്ട്രിക് വാരിസസിൻ്റെ അകത്ത് കയറിയിട്ട് അവിടെ ഒരു ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് പ്രത്യേക ടൈപ്പ് മെറ്റീരിയൽ കൊണ്ട് ഇത് ക്ലോസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. സോ ഇൻ ദീസ് കേസസ് ദ മെയിൻ പ്രോബ്ലം ഇസ് അഡ്രസ്ഡ്. അങ്ങനെ ഒരാൾ ചോദിച്ച ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. അതായത് ബാൻഡിങ് നമ്മുടെ പ്രൊസീജിയറിൽ ചെയ്യാൻ പറ്റുമെന്ന്. ബാൻഡിങ്ങിൻ്റെ ചേട്ടന്മാരാണ് നമ്മൾ ഈ പറഞ്ഞ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. അതായത് ബാൻഡിങ് ഫെയിൽ ആകുമ്പോൾ നമ്മളെയാണ് ഗ്യാസ്ട്രോക്കാർ വിളിക്കുക. ഓക്കെ. പിന്നെ ബാൻഡിങ് ചെയ്താലും, ഇപ്പോൾ ബാൻഡിങ് ആണ് ഏറ്റവും ഈസി, പെട്ടെന്ന് ചെയ്യാനും പറ്റുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ബാൻഡിങ് വിൽ ബി ദ ഫസ്റ്റ് ചോയ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ബാൻഡ് ചെയ്തിട്ടും ആൾക്ക് ഇനിയും ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞങ്ങളുടെ റോള് അവിടെ ഉണ്ട്. അതാണ് ടിപ്സ് എന്ന് പറയുന്ന സാധനം. ഓക്കെ. പിന്നെ ബാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്പെസിഫിക് ഒരു ലൊക്കേഷനിലുള്ള ഒരു വാരിസസ്, അതായത് ഒരു തടിച്ച രക്തക്കുഴലിനെ മാത്രമാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു വലിയൊരു ബലൂൺ, കാറ്റുള്ള ഒരു ബലൂണിൻ്റെ ഒരു സൈഡിൽ ബൾജ് ചെയ്തിരിക്കുന്നത്, അവിടെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ ചെവി പോലെ, മിക്കി മൗസിൻ്റെ ഒരു ചെവി പോലെ, അപ്പം മറ്റേ സൈഡിലേക്ക് അത് പൊന്തി വരും. കുറച്ച് കാലം കഴിയുമ്പോൾ പുതിയ വാരിസസ് വരാം. അതാണ് ഈ ബാൻഡിങ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യേണ്ടി വരും. അതിന് പകരം നമ്മൾ ഈ ബലൂൺ മുഴുവൻ ഒരു തുളയിട്ടിട്ട് ആ ബലൂണിൽ മുഴുവൻ കാറ്റ് കളയാണെങ്കിൽ അതാണ് നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത്. അതായത് മൊത്തം ആ പ്രഷറിനെ നമ്മൾ ഡീകംപ്രസ് ചെയ്യണം. അപ്പോൾ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കറൻറ്റ് വീണ്ടും വീണ്ടും വരുന്ന ബ്ലീഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാം. അപ്പം ഒബ്വിയസ്ലി എപ്പോഴും ബാൻഡിങ്ങിനെ നമ്മൾ റീപ്ലേസ് ചെയ്യല്ല. ബാൻഡിങ് വിൽ ബി ദ ഫസ്റ്റ് ചോയ്സ് ഇൻ എപ്പോഴും മറ്റേ വെരിസിയൽ ബ്ലീഡ്, അതായത് സിറോസിസ് ഉള്ളവർക്ക് ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ ബാൻഡിങ് തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ്. ബാൻഡിങ്ങിൽ നിൽക്കാത്തവർക്കോ അല്ലെങ്കിൽ അൺയൂഷ്വൽ ലൊക്കേഷനിലുള്ളവർക്കോ നമ്മൾ ടിപ്സ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം ബ്രസ്റ്റിൻ്റെ ആണെങ്കിൽ, പണ്ട് നമ്മൾ ബ്രസ്റ്റിൽ ഒരു എന്തെങ്കിലും തരത്തിലൊരു ആപ്സസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും, ഒരു ചെറിയ മുഴ വന്നിട്ടുണ്ടെങ്കിലും, അപ്പം തന്നെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഇത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വരും. ആ ഒരു പേടി കൊണ്ട് തന്നെ പലരും ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് മടിക്കുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ പിൻഹോൾ അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ്? സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സൊക്കെ ലോക്കൽ അനസ്തീസിയയിലാണ് ചെയ്യുക. അതായത് ലോക്കലി അവിടെ മാത്രം തരിപ്പിച്ചിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ആൻഡ് വിത്ത് എ നീഡിൽ വിച്ച് ഇസ് വെരി വെരി സ്മോൾ. അപ്പോൾ ബേസിക്കലി നമ്മൾ ബ്രസ്റ്റ്
ബ്രസ്റ്റ് ടിഷ്യൂ റിമൂവ് ചെയ്യുന്നില്ല. അത് ആബ്സസ് ആയിക്കോട്ടെ, ഈവൺ ഇഫ് ഇറ്റ്സ് എ ബ്രസ്റ്റ് ആബ്സസ്, ഒരു മറ്റേ ഇൻഫെക്റ്റഡ് പസ് കളക്ഷൻ ആണെങ്കിൽ ഒരു നീഡിൽ ഇട്ടിട്ടാണ് ഇത് ആസ്പിറേറ്റ് ചെയ്ത് കളയുന്നത്. ആസ്പിറേറ്റ് എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്ത് കളയുന്നത് വിത്ത് സിറിഞ്ച്. തൈറോയിഡിലൊക്കെ FNAC എന്ന് പറഞ്ഞ പ്രൊസീജിയറിൽ ജസ്റ്റ് അവിടെ മാത്രം ഒന്ന് സൂചി ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ ദശ എടുക്കുക. അതുപോലെ സിമിലർലി ഇതേപോലെ നമ്മൾ ഈ മറ്റേ ബ്രസ്റ്റ് ലംപ്, ബിനൈൻ പ്രൂവൺ ആയിട്ടുള്ള ബ്രസ്റ്റ് ലംപ് നമ്മൾക്ക് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. സോ ദിസ് ആക്ച്വലി ഇൻക്രീസസ് പേഷ്യൻറ്റ് കംപ്ലയൻസ് എന്ന് പറയുന്നത്. പേഷ്യൻസ് ആർ മോർ ഹാപ്പി ആൻഡ് കംഫർട്ടബിൾ ഇൻ ഡൂയിങ് എ പ്രൊസീജിയർ വിച്ച് ഇസ് ലെസ് ദാൻ എ സർജറി. നമ്മളൊരു പിൻ ഹോൾ സർജറി ആകുമ്പോൾ ഇറ്റ് ഈസ് ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് ആസ് എ മിനിമലി ഇൻവേസീവ് സർജറി. അത് വളരെ ചെറിയൊരു എൻട്രി പോയിന്റ് ആണ്. പിന്നെ പേഷ്യൻസിൻ്റെ അവരുടെ എന്ന് വെച്ചാൽ ഈ മാസ്റ്റക്ടമി ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു കൺസേൺ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡിറ്റക്ഷൻ റേറ്റും നമ്മൾക്കിപ്പോൾ പ്രോബ്ലം എന്താണെന്നുള്ള നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനും കൂടിയുണ്ട്. ഇപ്പം യൂട്രസ് സംബന്ധമായിട്ടാണെങ്കിൽ ഏതൊക്കെ സർജറീസ് ഈ പിൻ ഹോൾ വഴി ഇപ്പോൾ ചെയ്യാൻ പറ്റും? ഏറ്റവും കോമൺ ആയിട്ട് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഡെയിലി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ. അതായത് ഗർഭാശയ മുഴകൾക്ക് സർജറി കൂടാതെ ഉള്ള ചികിത്സ. അത് ഈ യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും, എല്ലാ ലേഡീസിനും 95% ഓഫ് ലേഡീസിനും അവരുടെ ഗർഭാശയത്തിൻ്റെ ചുമരിൽ ഉണ്ടാവുന്ന ഒരു കട്ടിയാണ്. ക്യാൻസർ ആവാൻ 95 എന്നാണോ ഡോക്ടർ പറഞ്ഞത്? 5-ലാവാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ഇത് കഴിഞ്ഞ് അല്ല, അതുണ്ടെന്നുണ്ടെങ്കിലും പേടിക്കൊന്നും വേണ്ട. എല്ലാവർക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. ചെറിയ ഫൈബ്രോയിഡ് ആണെങ്കിലോ രോഗലക്ഷണങ്ങളില്ലാത്ത വളർച്ചയില്ലാത്ത ഫൈബ്രോയിഡുകളാണെങ്കിലോ ഒരു കുഴപ്പമില്ല. അപ്പം അത് ആർക്കാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ ഫൈബ്രോയിഡ് അതൊന്ന് വലിപ്പമുള്ളവർക്ക്, നല്ല വലിപ്പം, മോർ ദാൻ ഒരു 3 സെൻറ്റിമീറ്ററൊക്കെ അല്ലെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്ററിന് മേലെ വലിപ്പമുള്ളവർ, പിന്നെ നല്ല ബ്ലീഡിങ് ഉണ്ടാവുക, പ്രത്യേകിച്ച് പീരീഡ്സിൻ്റെ സമയത്ത് ബ്ലഡ് ക്ലോട്ട്സ് ആയിട്ട് പോകുന്നവർക്ക്, പീരീഡ്സിൻ്റെ സമയത്ത് പെയിൻ ഉണ്ടാവുന്നവർക്ക്, നല്ല അതിശക്തമായിട്ടുള്ള പെയിൻ, പിന്നെ രക്തം കുറയുന്നവർക്ക്, ഇത്രയും ബ്ലഡ് പോയിട്ട് രക്തം കുറയുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെയുള്ളവർക്കാണ് നമ്മളിത് കൂടുതലായിട്ട്. പിന്നെ ചില ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ, ഫൈബ്രോയിഡ് അവിടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്പേമിന് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഈ ഓവത്തിന് അവിടെ പോയിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പം പ്രഗ്നൻ്റ് ആവില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഫൈബ്രോയിഡ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ ഫൈബ്രോയിഡ് എടുത്ത് കളയുന്ന സർജറി എന്ന് പറഞ്ഞാൽ മയോമെക്ടമി, ഗൈനക്കോളജിക്കാർ ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞാൽ കയ്യിൽ ഇവിടെ തരിപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ട്യൂബ് ഇട്ട് അത് യൂട്രസിൻ്റെ ബ്ലഡ് വെസലിലെത്തും. എന്നിട്ട് ഈ ഫൈബ്രോയിഡിലേക്ക് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫൈബ്രോയിഡ് അങ്ങ് കരിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്ത് പോകും. വൺസ് അത് കരിഞ്ഞു കഴിഞ്ഞാൽ അതിന് ബോഡിയിൽ സ്ഥാനമില്ല. അത് ഡേ ബൈ ഡേ സ്ലോലി അതങ്ങനെ റിഗ്രസ് ചെയ്ത് ചെറുതായി കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ചെയ്ത് പോകും. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ സിസ്റ്റ്, ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്കൊരു ഒവേറിയൻ സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം കുട്ടി ഒരു സൈഡിൽ വളരാതെ സിസ്റ്റ് ഒരു സൈഡിൽ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് ഓപ്പൺ സർജറി ചെയ്തിട്ടാണ് അന്ന് ഈ സിസ്റ്റ് എടുത്ത് കളഞ്ഞത്. സിസ്റ്റിൽ നിറയെ വെള്ളമുള്ളൊരു സിസ്റ്റായിരുന്നു. അപ്പം ഈ സിസ്റ്റുകളെ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും എന്തെങ്കിലും? സിസ്റ്റുകൾ ആസ് സച്ച് ഇതുവരെയ്ക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. സിസ്റ്റിന് ബെസ്റ്റ് എപ്പോഴും സർജിക്കൽ സർജറി ചെയ്തിട്ടും റെക്കറൻസ് വരുന്നവർക്ക് നമ്മൾ താൽക്കാലികം ശമനത്തിന് വേണ്ടി സിസ്റ്റ് ആസ്പിറേറ്റ് ചെയ്ത് കൊടുക്കലുണ്ട്. പക്ഷേ ആസ്പിറേറ്റ് ചെയ്താലും അത് ചിലപ്പോൾ റെക്കറൻസ് വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സർജറി ആയിരിക്കും സിസ്റ്റുകൾക്ക് നല്ലത്. പിന്നെ ബ്രെയിൻ, അവിടെ തലയോട്ടി അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലോ, ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പിൻ ഹോൾ എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്? ആക്ച്വലി പിൻ ഹോൾ ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽഡ് ന്യൂറോ ആണ്. കാരണം ന്യൂറോയിൽ ഇപ്പം അധികം ഓപ്പൺ സർജറിനെക്കാട്ടിലും കൂടുതൽ എസ്പെഷ്യലി ന്യൂറോ വാസ്കുലർ, അതായത് തലച്ചോറിലെ രക്തക്കൊഴലുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പം നമുക്കിവിടെ വരുന്നതിൽ ഓൾമോസ്റ്റ് ഒരു 50% വോളിയം ന്യൂറോ തന്നെയാണ്. അതിൽ സാർ പറഞ്ഞ പോലെ തന്നെ നേരത്തെ അക്യൂട്ട് സ്ട്രോക്ക്, അതിലാണ് ഇതിലെ ഗെയിം ചേഞ്ചർ. അക്യൂട്ട് സ്ട്രോക്കിൽ നമ്മൾ ത്രോംബെക്ടമി എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഉണ്ട്. അതായത് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് രക്തക്കുഴൽ പൊട്ടി രക്തം ഒലിക്കുന്ന സ്ട്രോക്കും രക്തക്കുഴൽ അടഞ്ഞിട്ടുള്ള സ്ട്രോക്കും. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ രക്തക്കുഴൽ അടഞ്ഞിട്ടുള്ള സ്ട്രോക്കാണ്. ഓൾമോസ്റ്റ് ഡെയിലി ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഡെയിലി ഒരു 30-20 ആൾക്കാരെങ്കിലും പെർ ഡേ അല്ലെങ്കിൽ ഒരു 3-4 ഡേയ്സിൽ ഒരു 30 ആൾക്കാരെങ്കിലും നമുക്ക് സ്ട്രോക്ക് ആയിട്ട് വരുന്നുണ്ട്. മൈനറും മേജറും ഒക്കെ കൂടിയിട്ട്. അതിൽ കൂടുതലും മൈനർ സ്ട്രോക്ക് ആയിരിക്കും. മേജർ സ്ട്രോക്ക് വരുമ്പോൾ നമ്മൾ അതിൽ തലച്ചോറിലെ മെയിൻ രക്തക്കുഴലിൽ എന്തെങ്കിലും രക്തക്കട്ട അടഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ അത് വിത്തിൻ ഒരു വിൻഡോ പീരീഡ് 6 hours ഉള്ളിൽ വരികയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ആൻജിയോഗ്രാം ചെയ്ത് ആ
രക്തക്കട്ടേൻ്റെ ഉള്ളിൽ പോയി ആ രക്തക്കട്ട മാത്രം വലിച്ചു ഊരുന്ന പ്രൊസീജിയറുണ്ട്. അതിനാണ് മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറയുന്നത്. ഈ മെക്കാനിക്കൽ ത്രോംബക്ടമി ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 6 hours ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ തലച്ചോറിനെ നമ്മൾ രക്ഷിക്കുകയാണ്. അത് ടൈം ഈസ് ബ്രെയിൻ എന്നാണ് നമ്മളിവിടെ പറയുക. എത്രയും വേഗം ചെയ്യുന്നു അത്രയും നല്ലത്. അപ്പോൾ തലച്ചോറ് അത്രയും കേടാവാതെ നമ്മൾ വേഗം ആ തലച്ചോറിനെ വീണ്ടും രക്തോട്ടം എത്തിക്കുകയാണെങ്കിൽ അത്രയും ദശ നമ്മൾക്ക് കരിയുന്നത് കുറയും. അപ്പം ആൾ മിക്കവാറും കിടപ്പിലാവാതെ വീണ്ടും പഴയ സ്റ്റേജിലേക്ക്, നടന്നു പോകുന്ന സ്റ്റേജിലേക്ക് തന്നെ ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം സർജറീസ് ചെയ്യുവാണെങ്കിലും ഈ പറഞ്ഞ പോലെ 1-2 ദിവസം കൊണ്ട് ഡിസ്ചാർജ് ആയിട്ട് പോകാൻ പറ്റുമോ? ത്രോംബക്ടമി എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഡിപ്പെൻസ് ഓൺ, കാരണം രോഗി അതെ ഏത് സ്റ്റേജിലാണ് നമ്മളടുത്ത് എത്തുന്നത്. നമുക്കിവിടെ എത്തുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ടൈം പീരീഡിൽ ആരും എത്തുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു 4-6 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിക്കൂറാകുമ്പോൾ എത്തണം എന്നല്ല, സ്പോട്ടിൽ ഡയഗ്നോസ് ചെയ്ത് അപ്പം തന്നെ എത്തിയാൽ നല്ല റിക്കവറി ആയിരിക്കും. പക്ഷെ എങ്ങനെയാണ് നമ്മളത് ഡിറ്റക്ട് ചെയ്യുക? നമുക്കെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ അതിലൊരു 1-2 കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ജനറൽ പീപ്പിളിനെ പഠിപ്പിക്കേണ്ട കാര്യം സ്ട്രോക്ക് ഡിറ്റക്റ്റ് ചെയ്യാന്നാണ്. ഹൗ ടു ഐഡൻറ്റിഫൈ എ സ്ട്രോക്ക്. അപ്പോൾ ഇതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാച്ച് ഫ്രേസ് ഉണ്ട്, ഒരു ആക്രോണിം ഉണ്ട്, ബി ഫാസ്റ്റ്. സോ ലെറ്റ് മീ ജസ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ഫാസ്റ്റ്. അപ്പോൾ എഫ് ഇസ് ഫേഷ്യൽ ഡീവിയേഷൻ ഒരു സൈഡിലേക്ക് കൂടി പോവാണെങ്കിൽ. പിന്നെ എ ഇസ് ആംസ് എന്ന് പറയും. ആംസ് മീൻസ് ഹാൻഡ്സ് ഓർ ലെഗ്സ് വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ. എസ് ഇസ് സ്പീച്ച്, അപ്പോൾ സംസാരത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് വരിക അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ട്, വാക്കുകൾ വരുന്നില്ല. ടി ഇസ് ടൈം. ടൈം ഇൻ ദ സെൻസ് ടൈം ടു അലേർട്ട് ദ എമർജൻസി. പിന്നെയുള്ള അത് കഴിഞ്ഞിട്ട് ഈ ബി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് പിന്നെ ആഡ് ചെയ്യുക ചെയ്തത്. ഫസ്റ്റ് വി യൂസ് ടു കോൾ ഇറ്റ് ജസ്റ്റ് ഫാസ്റ്റ്. അപ്പോൾ ബി ഇസ് ഫോർ ബാലൻസിന് ഒരു പ്രശ്നം വരിക. ഇ ഇസ് ഫോർ ഐ, ദാറ്റ് മീൻസ് വിഷ്വൽ കംപ്ലൈൻറ്റ്, എസ്പെഷ്യലി ഒരു സൈഡിൽ കാണാതെ മീൻസ് സഡൻ വിഷൻ ലോസ്. ഇത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ദീസ് ആർ ക്യാച്ച് ഫ്രേസസ് ഫോർ ദ ജനറൽ പബ്ലിക്. എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യണം. ഇറ്റ് ഡസൻ ഹെൽപ്പ്. ഇപ്പോൾ നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്താണെന്ന് വിചാരിക്കുക, വേർ ദ പേഴ്സൺ ഹു ഇസ് നെക്സ്റ്റ് ടു അസ് ഇസ് നോട്ട് ഏബിൾ ടു ഐഡൻറ്റിഫൈ എ സ്ട്രോക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റൻസിൽ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഫോർ അസ് ഓൾസോ. അപ്പോൾ എത്ര ആൾക്കാർക്ക് ഈ മെസ്സേജ് എത്തിക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എത്തിക്കേണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ. Stroke Ready Hospital is a hospital where we have all the facilities, right? From the emergency team to the neurologist, to the neurosurgeon, to the interventional radiologist, to the cath lab staff available and even neuro rehabilitation available at all times at the touch of a button. So basically ഇതിൽ കുറേ പഠനങ്ങൾ വന്നിട്ടുണ്ട് which said that you even shifting a patient from a small hospital or a clinic to a stroke ready hospital can significantly impact the outcome. എന്ന് വെച്ചാൽ ഒരു സ്മോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ സ്ട്രോക്ക് സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അങ്ങനത്തെ ഒരു രോഗീനെ നമ്മൾ ആദ്യം ഒരു ചെറിയ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പിന്നെ അവരവിടെ നിന്ന് റെഫർ ചെയ്തിട്ട് ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന സമയം പോലും നഷ്ടപ്പെടുന്നത് പേഷ്യൻറ്റിൻ്റെ ഫ്യൂച്ചറിനെ ഇമ്പാക്റ്റ് ചെയ്യുമെന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഓൾവേസ് ഇങ്ങനത്തെ സ്ട്രോക്കിൻ്റെ അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പേഷ്യൻ്റെ ഔട്ട്കം, ന്യൂറോളജിക്കൽ ഔട്ട്കം ഇമ്പ്രൂവ് ചെയ്യുന്നതിന്. ഡോക്ടർ, ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് കൊണ്ടുപോകാം, അത് നമുക്ക് നോക്കാം. പക്ഷേ ആർക്കും സ്ട്രോക്ക് വരാവോ? അതോ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ആൾക്കാർ സ്ട്രോക്കിന് കൂടുതൽ പ്രോൺ ആണോ? അങ്ങനെയുണ്ടോ? പണ്ട് നമ്മൾ പറയുന്നത് സ്മോക്കേഴ്സ്, ഡയബറ്റീസ്, എൽഡർ ഏജ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് കിട്ടിയ ഈവൻ 17 വയസ്സ് വരെയുള്ള ആൾക്കാർക്കടക്കം നമ്മൾ സ്ട്രോക്കിനെ ത്രോംബക്ടമി ചെയ്തിട്ടുണ്ട് ഇവിടെ. ഏത് ഏജിലും ആക്ച്വലി സ്ട്രോക്ക് ഇപ്പോൾ വരാം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട്. പക്ഷേ യങ്ങർ ദ ഏജ് അവർക്ക് ചില പ്രീഡിസ്പോസിങ് കണ്ടീഷൻസ് ഉണ്ടാകും. ചിലപ്പം സ്വമേധയാ രക്തം കട്ടപിടിക്കാൻ ടെൻഡൻസി ഉള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ വാൽവിൻ്റെ പ്രശ്നമുള്ളവർ, അവർക്കാണ് കൂടുതലായിട്ട് യങ്ങർ ഏജിൽ വരാം. പക്ഷേ ഇപ്പം മെയിൽസിന് സ്മോക്കേഴ്സ് ആണെങ്കിൽ ഏത് ഏജിലും വരാം. 20 വയസ്സ് 23 വയസ്സുള്ള ആൾക്ക് സ്മോക്കർ ആണെങ്കിൽ വരാം. ജങ്ക് ഫുഡ്സ് ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. നമുക്ക് ആക്ച്വലി 30-35 വയസ്സുള്ള ഡോക്ടർ അടക്കം വന്നിട്ടുണ്ട്. ഈസ് എ നോൺ സ്മോക്കർ, ഒന്നുമില്ല, പക്ഷെ സ്ട്രോക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഏത് ഏജിലും ഇപ്പോൾ വരുന്നുണ്ട്. ഹാർട്ട് ഡിസീസ് പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഒരു വലിയ പ്രശ്നമാണ്. ഒബീസിറ്റിയും വിഷയമാണോ? ഒബിസിറ്റി ഡെഫിനറ്റ്ലി, ഒബിസിറ്റി റിസ്ക് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, ഉപേക്ഷിക്കാം.
അല്ല ഇല്ല എനിക്കില്ല, ഞാൻ ജനറൽ അതെ അതെ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. അപ്പം ഇപ്പം ബ്രസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പം പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് വരാനായിട്ട് ആളുകൾക്ക് മടിയുണ്ട്. ഒരു ചെറിയായിട്ട് എന്തെങ്കിലും ഒരു മുഴ എന്തെങ്കിലും കാണുന്ന സമയത്ത് തന്നെ ഇപ്പം ഈ പ്രൊസീജിയർ ഭയങ്കര കുഞ്ഞാണല്ലോ, ഭയങ്കര സിമ്പിളാണ്, നമുക്ക് വേണമെങ്കിൽ 2 ദിവസത്തിനകം തിരിച്ചു പോകാൻ പറ്റുന്ന പോലത്തെ ഒരു പ്രൊസീജിയറാണ്. ഈ സ്ത്രീകൾക്ക് അതിന് ഓഫ് കോഴ്സ് ബ്രസ്റ്റ് ക്യാൻസർ കൂടുതൽ സ്ത്രീകളിലാണല്ലോ കാണുന്നത്. അതിന് എന്തെങ്കിലും ഒരു റീസൺ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഹോർമോണൽ സോ നമ്മൾക്ക് മെജോറിറ്റി ഓഫ് ദി കേസസ് നമുക്ക് പലപ്പോഴും ഈ ലീഷൻസിന് ബയോപ്സി എടുക്കേണ്ട ആവശ്യം വരാറില്ല. കാരണം മെനി ഓഫ് ദം ആർ ബിനൈൻ. ബിനൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അൾട്രാസൗണ്ടും ഈ പറഞ്ഞ സോണോമാമോ എന്ന് പറയും. സോണോമാമോ എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് ഓഫ് ബ്രസ്റ്റ് ആൻഡ് മെമ്മോഗ്രഫി ഈസ് എക്സ്റേ ഓഫ് ബ്രസ്റ്റ്. ഈ ടെസ്റ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഗുഡ് ഡിഗ്രി ഓഫ് കോൺഫിഡൻസിൽ നമ്മൾക്ക് പറയാൻ പറ്റും ഇത് ബിനൈൻ ആണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് ആയിട്ടുള്ള അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്താൽ മതിയാവും മെജോറിറ്റി ഓഫ് കേസസ്. ഇനി നമ്മൾക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ലീഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കേസസിന് മാത്രം ഈ ചെറിയ ടെസ്റ്റ് ചെയ്താൽ മതി, FNAC അല്ലെങ്കിൽ ബയോപ്സി ടെസ്റ്റ് ചെയ്താൽ മതിയാവും. പക്ഷെ മെജോറിറ്റി ഓഫ് കേസസ് ഇപ്പോൾ ഈ ഫൈബ്രോഅഡിനോമ എന്ന് പറഞ്ഞിട്ടുള്ള ബിനൈൻ ആയിട്ടുള്ള ബ്രസ്റ്റ് ലീഷൻ 30 വയസ്സിൻ്റെ താഴെയായിട്ടായിരിക്കും കാണുക. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി റാമ്പൻ്റ് എന്ന് വെച്ചാൽ ഒരു മേ ബി 10% ഓഫ് ഓൾ വിമൻ ക്യാൻ ഹാവ് ഫൈബ്രോഅഡിനോമ. എന്ന് വെച്ചാൽ ഇഫ് യു ടേക്ക് 10 വിമൻ, ഒരു 1 ലേഡി മേ ഹാവ് ഒരു ഫൈബ്രോഅഡിനോമ ഇസ് എ ബിനൈൻ. പക്ഷേ വെൻ ദ ഏജ് പ്രോഗ്രസസ് അതിൽ കൂടുതൽ റിസ്ക് ഓഫ് ദാറ്റ് ബീങ് എ ക്യാൻസറസ് ലീഷൻ ആവാനാണ് സാധ്യത. ഈ ഫൈബ്രോഅഡിനോമ ക്യാൻസറസ് ആവുന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ആ ഒരു 60s നമ്മളൊരു ബ്രസ്റ്റ് ലംപ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ അത് ക്യാൻസറസ് ആവാൻ സാധ്യതയുണ്ട്, കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾക്ക് ഡെഫിനറ്റ്ലി ഇത് ചെക്ക് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പം അതുപോലെ നിങ്ങൾ ഒ പിയിൽ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്ന കാണേണ്ടി വരുന്ന നിങ്ങൾ ചെയ്യുന്ന പ്രൊസീജിയർ ഏതാണ് ഈ പിൻഹോളിൽ? പെരിഫറൽ വാസ്കുലർ ഡിസീസ്, പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി, പിന്നെ ഫൈബ്രോയിഡ്സ്, പിന്നെ വെരിക്കോസ് വെയിൻസ്. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഈ പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ക്ലോട്ട്സ്, ചുരുക്കങ്ങൾ കാലിൽ വന്നിട്ട് പിന്നെ കാലിന് അൾസേഴ്സ് വരിക, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ മുറിച്ച് മാറ്റേണ്ട അവസ്ഥ വരുന്ന കേസസിൽ ഇത് ഈ ചുരുക്കങ്ങളെ നമ്മൾ ഓപ്പൺ ചെയ്യും, ബലൂൺ പ്ലാസ്റ്റി വെച്ചിട്ടോ ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ ആവശ്യമുള്ള കേസസിൽ സ്റ്റെൻറ്റ് ഇട്ടിട്ട് അത് ഓപ്പൺ ചെയ്ത് വെക്കും. അപ്പോൾ ദാറ്റ് വിൽ റിസ്റ്റോർ ബ്ലഡ് ഫ്ലോ. തിരിച്ച് കാലിലേക്ക് ബ്ലഡ് എത്തിച്ചു കഴിഞ്ഞാൽ അത് മുറിച്ച് മാറ്റേണ്ട അവസ്ഥ വളരെ വളരെ കുറവാണ്. ആംപ്യൂട്ടേഷൻ ചെയ്യേണ്ട അവസ്ഥ വളരെ കുറവാണ്. അതിനൊരു മാറ്റം വരുത്താം ഈ ഒരു ചികിത്സ കൊണ്ട്. ആംപ്യൂട്ടേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് തന്നെ. ഇൻഫാക്ട് ദാറ്റ് വാസ് ദ ഫസ്റ്റ് പ്രൊസീജിയർ വിച്ച് വാസ് എവർ ഡൺ. ഈ ഇന്റർവെൻഷണൽ റേഡിയോളജി സർ പറഞ്ഞ ഈ സർ ചാൾസ് ഡോട്ടർ കണ്ടുപിടിച്ച ഫസ്റ്റ് പ്രൊസീജിയർ വാസ് വൺ ലേഡി. ഇൻസിഡൻ്റലി വി ഹാവ് ടു ബി താങ്ക്ഫുൾ ടു ഹെർ ഓൾസോ. കാരണം ഷീ വാസ് വെരി അഡമന്റ് ദാറ്റ് ഐ വിൽ നോട്ട് അണ്ടർഗോ ആംപ്യൂട്ടേഷൻ. എനിക്ക് ആംപ്യൂട്ടേഷൻ വേണ്ട. ഷീ വാസ് an 82-year-old, so very stubborn, and she said I don't want an amputation, and that patient was the first patient to undergo angioplasty. Angioplasty എന്ന് പറഞ്ഞാൽ just dilatation. Procedure which is called daughtering now, still remembered, to remember him. ഈ ഡോട്ടറിങ് വെച്ചിട്ട് ഇതിനെ ഈ ചുരുങ്ങിയ ബ്ലഡ് വെസലിനെ അവർ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ആ ബ്ലഡ് ഫ്ലോ വാസ് റിസ്റ്റോർഡ് ടു ഹെർ ലെഗ് ആൻഡ് ഷീ വാക്ക്ഡ് അവേ വിതൗട്ട് എനി ആംപ്യൂട്ടേഷൻ. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് പ്രൊസീജിയർ. സ്റ്റിൽ അവർ ബ്രെഡ് ആൻഡ് ബട്ടർ. സ്റ്റബേർനെസ് എന്നാണ് ഒരു വലിയ ഫീൽഡ് ഉണ്ടായത്. അതുപോലെ ഈ ക്ലോട്ടിന് എല്ലാ ക്ലോട്ടും തിരിച്ചറിയപ്പെടുമോ? രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ക്ലോട്ടുകളെല്ലാം തിരിച്ചറിയാം. നമ്മൾ അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ചിലത് അസിംറ്റമാറ്റിക് ആയിട്ട് നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും അറിയാം. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ MRI ബ്രെയിനൊക്കെ എടുക്കുമ്പോൾ അവർ തലച്ചോറിലേക്ക് പോകുന്ന ഒരു സൈഡിലെ രക്തക്കുഴൽ അടഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് വലിയ സിംറ്റംസ് ഉണ്ടാവില്ല. കാരണം മറ്റേ സൈഡിൽ നിന്ന് ബൈപ്പാസ് ഓട്ടോമാറ്റിക്കലി വന്നിട്ട് അവർക്ക് വലിയ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാതെ. അപ്പോൾ എല്ലാ ക്ലോട്ടും നമ്മൾ തിരിച്ച് നേരത്തെ കണ്ടുപിടിക്കണം എന്നില്ല, രോഗലക്ഷണം ഉണ്ടാക്കണം എന്നില്ല. കയ്യിൽ ചത്ത് കിടക്കുന്ന പാടുകൾ കൂടുതൽ വരുന്നത് ക്ലോട്ടുകളാണോ? ആർക്കും പറയാം. അങ്ങനെ ചത്ത് കിടക്കുന്ന പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഇതുണ്ട്. ചിലപ്പം സ്കിൻ ഡിസീസസ് വേറെ കുറേ പിഗ്മെന്റേഷൻ ഉണ്ടാക്കാം. അല്ല, ഇടിച്ചൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് പാട് വരിക, എന്നിട്ട് പിന്നെ അത് അവിടെ ഇങ്ങനെ കുറെ നാൾ കിടക്കുക. അത് ഹെമറ്റോമ, അതും ഒരു തരത്തിലുള്ള ക്ലോട്ടാണ്. അത് രക്തക്കുഴലിന് പുറത്ത് കിടക്കുന്ന രക്തം കട്ട പിടിക്കുന്നതാണ്. ഇത് രക്തക്കുഴലിന്റെ ഉള്ളിൽ തന്നെ രക്തം കട്ട പിടിച്ചിട്ട് ആ രക്തക്കുഴലിന്റെ ഫ്ലോയിന് തടസ്സം ഉണ്ടാക്കുക. അതാണ് ഈ ക്ലോട്ട്, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ക്ലോട്ടിന്. അതെനിക്ക് മനസ്സിലായി. അങ്ങനെ ചോര ചത്ത് കിടന്നാൽ അവർക്ക് സ്ട്രോക്ക് വരാൻ സാധ്യത കൂടുതലാണെന്ന് പറയുന്നത് ശരിയാണോ? ഇല്ല. അല്ല, എൻ്റെ കൈ എപ്പോഴും വന്ന് ചത്ത് കിടക്കുമ്പോൾ എന്നോട് എല്ലാവരും പറയുന്നതാണ്, എപ്പോഴും പാട് വീഴുന്നുണ്ട്,
നീ ഒരു സ്ട്രോക്കിന് സാധ്യതയുള്ളവളാണ്. പക്ഷെ അങ്ങനെ പാട് വീഴുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഇവാലുവേറ്റ് ബ്ലീഡിങ് ടെൻഡൻസീസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതായത് പ്ലേറ്റ്ലെറ്റിൻ്റെ ഫങ്ഷൻസ് കറക്റ്റാണോ, പ്ലേറ്റ്ലെറ്റിൻ്റെ വാല്യൂ, പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം കറക്റ്റാണോ, ഡോക്ടറെ കാണണം, ചോദിക്കാതെ കൂടുതലായിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട്. അതായത് ഈസി ബ്രൂസിങ് എന്നാണ് അതിനെ പറയാം. പെട്ടെന്ന് നമ്മുടെ ഇതിൽ ബ്രൂസസ് വരിക എന്നുള്ള, സ്കിന്നിൽ ബ്രൂസസ് വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബ്ലീഡിങ് ടെൻഡൻസീസ് പൊതുവേ കൂടുതലായിരിക്കും. ക്ലോട്ടിങ് ഫാക്ടേഴ്സിൻ്റെ അളവുകളൊക്കെ നോക്കണം എന്നുള്ള. ഹെറിഡിറ്ററി ആണോ? ഹെറിഡിറ്ററി ആയിട്ട് ഉണ്ടാവും. എൻ്റെ അപ്പന് ക്ലോട്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ബ്ലഡ് ക്ലോട്ട് ആവത്തില്ലായിരുന്നു, ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ ഡോക്ടറെ കണ്ടേക്കാന്ന്, ബെസ്റ്റ് താമസിച്ച് വെച്ചോണ്ടിരിക്കണ്ട എന്നുള്ളത്. ഓക്കെ, അപ്പം സ്ട്രോക്കിനപ്പോൾ നമ്മൾ പ്രായം എപ്പോൾ വേണമെങ്കിൽ വരാം, അതുപോലെ പക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ പിൻ ഹോൾ സർജറി വഴി നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അങ്ങനത്തെ ഗുണങ്ങളുണ്ട്. പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് റിക്കവറി പീരീഡ് പഴയ സർജറീസിന് അത്ര ഇല്ല, വീട്ടിൽ പോകാൻ പറ്റും. എങ്ങനെ ഈ സർജറി കഴിഞ്ഞാൽ പിന്നെ പഴയ ജോലികളിലോട്ട് എത്ര നാളുകൊണ്ട് പ്രവേശിക്കാൻ പറ്റും? അത് ഡിപ്പെൻഡ് ഓൺ എത്ര നേരം കൊണ്ടാണ് നമ്മുടെ ഈ സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ കേട്ടോ. കാരണം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഡിലേ ആയിട്ട് കിട്ടുന്ന ഒരുപാടുണ്ട്. അവർക്ക് നമ്മൾ എത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 30-40% ബ്രെയിൻ ഈസ് ഓൾറെഡി ഗോൺ. നമ്മൾ ബാക്കിയുള്ള ഒരു 70%-നെയാണ് നമ്മൾ രക്ഷിക്കാൻ അന്നേരം കിട്ടുക, നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഒരിക്കൽ കരിഞ്ഞ ദശ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിക്കവർ ആവില്ല. സോ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളതനുസരിച്ചിരിക്കും നമുക്ക് ആളുടെ റിക്കവറി. അപ്പം കരിഞ്ഞ ദശ വളരെ കുറവാണ്, കൂടുതലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയ ദശയാണെന്നുണ്ടെങ്കിൽ ആളുടെ റിക്കവറി വളരെ നല്ലതായിരിക്കും. നേരെ മറിച്ച് കരിഞ്ഞ ദശയാണ് കൂടുതലെങ്കിൽ റിക്കവറി അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ അവർ കുറേ കാലം കിടപ്പിലായിരിക്കും, ഫിസിയോതെറാപ്പി വേണ്ടി വരും. ട്രക്യോസ്റ്റമി എന്ന് പറഞ്ഞിട്ട് തൊണ്ടയിൽ കൂടെ ഡയറക്റ്റ് ശ്വാസം കൊടുത്ത് അങ്ങനത്തെ കുറച്ച് ഡിലേഡ് ആയിരിക്കും അവർ റിക്കവറി, പക്ഷേ റിക്കവർ ആവും. ചെയ്യുന്നവരും ഈ പ്രൊസീജിയർ ചെയ്യുന്നവരും ചെയ്യാത്തവരും തമ്മിലുള്ളൊരു സ്റ്റഡിയുണ്ട്. അതിൽ ഈ ചെയ്യുന്നവർക്കാണ് കൂടുതൽ, ഈവൻ കിടപ്പിലാണെങ്കിൽ പോലും ഏർലി ആയിട്ട് ബെഡിൽ നിന്ന് തിരിച്ച് പഴയ ലൈഫിലേക്ക് പോകാൻ സാധ്യതയുള്ളവർ ഈ ചെയ്യുന്നവരാണ്. ഇനി ജസ്റ്റ് ആഡ് ഓൺ ടു ദാറ്റ്, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലേ, ഓരോ മിനിറ്റിലും ഒരു നിയർലി 2.5 മില്യൺ ന്യൂറോൺസ് ആണ് നഷ്ടപ്പെടുന്നത്. സോ ന്യൂറോൺസ് ആർ നെർവ് സെൽസ്, ബ്രെയിനിൻ്റെ നെർവ് സെൽസ്, വിച്ച് വൺസ് ദേ ആർ ലോസ്റ്റ്. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ദ ഏർലിയർ ദ ബെറ്റർ. എത്ര സെക്കൻഡ്സ് നമുക്ക് ഷേവ് ഓഫ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. ഈവൻ ഫോർ ദാറ്റ് മാറ്റർ നമ്മൾ ഒരു പ്രൊസീജിയർ, നമ്മൾ ഏതൊരു സ്ട്രോക്ക് എടുത്തു കഴിഞ്ഞാലും ഇൻ അവർ ഹോസ്പിറ്റൽ ഓൾസോ ഡോർ ടു പങ്ക്ചർ ടൈം എന്ന് പറയും. ഡോർ ടു പങ്ക്ചർ ടൈം എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് എത്ര മണിക്കാണ് ഹോസ്പിറ്റലിൽ എത്തിയത്, എത്ര മണിക്കാണ് നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഈ സ്കാനിങ് നടക്കുന്നുണ്ട്, പേഷ്യൻ്റെ അറ്റൻഡേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, ഈ പ്രൊസീജിയറിൻ്റെ കാര്യം പറയുന്നത്, അതിൻ്റെ റിസ്ക്സ് ബെനിഫിറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എത്ര മണിക്കാണോ നമ്മൾ അകത്ത് കയറി പങ്ക്ചർ ചെയ്തത്, അറ്റ് വാട്ട് ടൈം ഡിഡ് വി എൻറ്റർ ഇൻസൈഡ് ദ ബോഡി, അത് ഓരോ മിനിറ്റും വാല്യുബിൾ ആണ്. ഓക്കെ, ദ ഏർലിയർ ദ ബെറ്റർ റിക്കവറി. ഇനി എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ പെയിനിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ഇൻസിഷൻ ഭയങ്കര കുഞ്ഞാണല്ലോ, അപ്പോൾ ഭയങ്കര കുറവാണ്, അപ്പോൾ അതുകൊണ്ട് അത് പലതിലും പെയിൻ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഇൻറ്റേർണൽ ഹീലിങ്ങിന് വ്യത്യാസമുണ്ടോ പിൻ ഹോൾ ചെയ്യുമ്പോൾ? ഡെഫിനറ്റ്ലി. ഇപ്പം നമ്മൾ ഒരു ഓർഗൻ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിന് ഇപ്പം മയോമെക്ടമി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ യൂട്രസിന് നമ്മൾ കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു മുഴ എടുക്കാമെന്ന് വിചാരിക്കുക. ആ കീറിൽ ഉണങ്ങാൻ നമുക്ക് സമയമെടുക്കുമല്ലോ. യൂഷ്വൽ ഹീലിംഗ് പീരീഡ് എപ്പോഴും ഒരു 1 month ആണ് സാധാരണ ഒരു ഹീലിംഗ് പീരീഡ്. കുറേ ലെയേഴ്സ്, ഓരോ ലെയറും ഇങ്ങനെ ഹീൽ ചെയ്ത് വരണം. പക്ഷേ ഇതിൽ നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ അതിനെ നിർത്തിയിട്ട് അതിനെ കരിയിക്കുക. അപ്പം വി ആർ നോട്ട് കട്ടിങ് ഇനിറ്റ്. ആ ഉള്ള ടിഷ്യൂ, ആവശ്യമില്ലാത്തൊരു ടിഷ്യൂ മാത്രമാണ് നമ്മളതിൽ പോകുന്നത്, ഡെഡായി പോകുന്നത്. ആവശ്യമുള്ള ബാക്കിയുള്ള ടിഷ്യൂസിനൊന്നും കേടുപാട് വരുന്നില്ല. അതാണ് അതിൽ ഹീലിംഗ് ഏർലി ആണെന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ ദ സ്കിൻ, അതിൻ്റെ അടിയിലുള്ള ഫാറ്റ്, പിന്നെ മസിലിനെ കവർ ചെയ്യുന്ന ലെയർ, മസിലിൻ്റെ ബാക്ക് സൈഡിലുള്ള ലെയർ, ഇതൊക്കെ കീറി കഴിഞ്ഞിട്ടാണ് നമ്മൾ വി ആർ റീച്ചിങ് ദ യൂട്രസ്. പക്ഷെ നേരെ മറിച്ച് സാർ പറഞ്ഞ പോലെ വെൻ യു ത്രൂ ദ ബ്ലഡ് വെസൽ ആകുമ്പോൾ വി ആർ ഗോയിങ് ടു ദ റൂട്ട് കോസ് ആൻഡ് അവിടെ മാത്രം മെഡിസിൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇനി എൻ്റെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻ, എനിക്ക് വേണ്ടി മാത്രം ചോദിക്കുന്ന ചോദ്യം. എനിക്ക് സൂചി കണ്ടാലേ പേടിയാണ്. ലൈക്ക് വെറുതെ എന്നോട് ഇഞ്ചക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പം തൊട്ട് കരഞ്ഞിട്ട്, ഇഞ്ചക്ഷൻ റൂമിലൊക്കെ കരച്ചിൽ ഭയങ്കര ബഹളമാണ്, കണ്ണിങ്ങനെ കൊടുക്കൂടാന്ന് ഒഴുകും. അപ്പോൾ എനിക്ക് വേണ്ടി ഇഞ്ചക്ഷൻ ഇപ്പോൾ ഭയങ്കര ചെറുതായി, നീഡിലൊക്കെ ഭയങ്കര കുഞ്ഞായല്ലോ. ഈ പൗഡർ ഇഞ്ചക്ഷനൊക്കെ ഇല്ല, ഇങ്ങനെ അടിച്ച് കിട്ടുന്ന ആ ഇഞ്ചക്ഷനിലോട്ട് നമ്മൾ പൂർണ്ണമായും എത്തിയോ? എല്ലാ ഇഞ്ചക്ഷനും എങ്ങനെ വെക്കാൻ പറ്റില്ല, പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. ചില വാക്സിൻസ് ഒക്കെ അവരിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അതിന് നമുക്ക് അതിൻ്റെ FDA-യും ബാക്കിയുള്ള അതോറിറ്റീസും അപ്രൂവൽ കിട്ടിയാൽ അതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള. എന്നാലും വാക്സിനിലേ എത്തിയിട്ടുള്ളൂ.
എല്ലാ ഡ്രഗ്സ് എത്തിയിട്ടില്ല. കാരണം ചില ഡ്രഗ്സ് ആ ഒരു ഫോമുലേഷൻസിലേക്ക് എത്തിക്കാൻ, ഇപ്പോൾ ചില കീമോതെറാപ്പി ഡ്രഗ് അതൊന്നും ആ പൗഡർ ഫോമിലേക്ക് എത്തിക്കാനായിട്ടില്ല. നമുക്ക് വേണ്ട ഡോസേജ്, ചിലതിനൊക്കെ ഹൈ ഡോസേജ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു 24 hours ഒക്കെ കൊടുക്കേണ്ട മരുന്നുകളുണ്ടാവും, അല്ലെങ്കിൽ 6 hours ഓവർ. അങ്ങനത്തെ മരുന്നുകളൊന്നും ഈ ഒരു ഫോമിലേക്ക് എത്തിയിട്ടില്ല. കുഞ്ഞ് ഇഞ്ചെക്ഷൻസ് ഇഞ്ചക്ഷൻസ് എത്തിയിട്ടുണ്ട്. എല്ലാം അല്ല, കുറച്ചൊക്കെ. പക്ഷെ അതും ഇപ്പോഴും അപ്രൂവൽ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. വീണ്ടും എനിക്ക് കുറച്ച് കാലം കൂടെ കരയാൻ തന്നെയാണ്. കുറച്ചല്ല, കുറച്ചധികം കാലം. ഓക്കെ ഡോക്ടേഴ്സ്, താങ്ക് യു സോ മച്ച് ഫോർ ദി ഇൻഫർമേഷൻ. ഡെഫിനറ്റ്ലി നമ്മൾ തുടങ്ങിയ പോലെ തന്നെ ഓപ്പൺ സർജറി ടു കീ ഹോൾ ടു പിൻ ഹോൾ, അത് ഇഞ്ചക്ഷൻ ചിലപ്പോൾ വലിയ താമസമില്ലാണ്ട് ഇതായിട്ട് വരുമായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. Thanks for having us. Thank you.